നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്ട്. നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ ആ വ്യക്തി എന്താണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയല്ലല്ലോ എന്ന് തോന്നാം, ബട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ. പ്രാചീന മനുഷ്യർക്കിടയിൽ തന്റെ മുൻപിലുള്ളത് ഒരു ഡേഞ്ചറസ് ആയ ഒന്നാണോ അതോ എന്റെ ഫ്രണ്ട് ആണോ എന്ന് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയില്ല എങ്കിൽ അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുമായിരുന്നു. കാലക്രമേണ നമ്മുടെ ബ്രെയിൻ ഇതിനോട് അഡാപ്റ്റ് ആവുകയും ഇതൊരു ത്രെഡ് ഡിറ്റക്ഷൻ ടെക്നിക്കായി മാറുകയാണ് ചെയ്തത്. കാലം ഇത്ര മാറിയിട്ടും നമ്മുടെ ബ്രെയിൻ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി എന്താണെന്ന് എത്രയും പെട്ടെന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഏൺ ചെയ്യാനായി നല്ല ഔട്ട്ഫിറ്റ് വെയർ ചെയ്യുക, നല്ല ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യുക, ഹൈജീനിക് ആയിരിക്കുക എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊന്നും തെറ്റല്ല, പക്ഷെ നമ്മുടെ ബ്രെയിൻ ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ബയോളജിക്കൽ സിഗ്നൽസിനെയാണ്. ആൻഡ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഫേക്ക് ഇറ്റ്. ഇവിടെ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് മസിൽ സ്ട്രക്ചറിനെയാണ്. അതായത് നമ്മൾ ജെന്യുവനായി ശരിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റിനും വരുന്ന റിങ്കിൾസ് ആൻഡ് ആ കണ്ണിലുള്ള ഒരു പ്രകാശം, കണ്ണുകൊണ്ട് ചിരിക്കുക എന്ന് പറയില്ലേ, ഇത് റിയൽ ലൈഫിൽ ഫേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇസ് വെരി ഡിഫിക്കൾട്ട്. കാരണം ഇതെല്ലാം അൺകോൺഷ്യസ്ലി സംഭവിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ്. നമ്മുടെ ബോഡി ലാംഗ്വേജും ആ ഒരു സിറ്റുവേഷനും തമ്മിൽ യോജിച്ചു പോകുന്നുണ്ടോ എന്നതാണ് ഇവിടെ നോക്കുന്നത്. അതായത് മുഖവും വീർപ്പിച്ചു വന്നിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. ഇതുപോലെ തന്നെയാണ് വോക്കൽ ടോൺ. നമ്മുടെ സൗണ്ടിലുള്ള പിച്ച്, ടൈമിംഗ് എല്ലാം വെച്ചിട്ട് നമ്മളെ പറ്റി ഒരു അസംഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. ഈ ജഡ്ജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് നമ്മൾ വിചാരിക്കുന്നതിലും വളരെ വലുതാണ്. സോ ടു മേക്ക് ആൻ ഇംപ്രഷൻ ഫസ്റ്റ് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. അതായത് നമ്മുടെ മാനസികാവസ്ഥ മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കാം ആൻഡ് സ്ട്രെസ് ഫ്രീ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാച്ചുറൽ ജെന്യുവൻ ട്രേറ്റ്സ് എല്ലാം പുറത്തു വരുന്നത്. ആൻഡ് there are certain scientific ways to calm yourself. Comment link and I can share you few tricks.